വിശുദ്ധിയുള്ളവൻ പ്രകാശിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ളവന് ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രകാശമുണ്ട്. വിശുദ്ധിയുള്ളവൻ പ്രകാശിക്കും, പാപി ഇരുണ്ടുപോകും. നീ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേകത, നിന്റെ ജീവിതത്തിന് ഒരു ഐശ്വര്യമുണ്ട്. നീ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകും. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധിയുള്ളവൻ പ്രകാശിച്ചുകൊണ്ടിരിക്കും, അവൻ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അവിടുത്തെ ശോഭ പ്രകാശം പരക്കുന്നു, അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മി പുറപ്പെടുന്നു, അവിടെ തന്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ളവന് ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രകാശമുണ്ട്. വിശുദ്ധിയുള്ളവൻ പ്രകാശിക്കും, പാപി ഇരുണ്ടുപോകും. ബൈബിളില് ഈ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ ധ്യാനിക്കുമ്പോൾ ഈ മോശയുടെ ജീവിതത്തിന്റെ വെളിച്ചത്തെ കുറിച്ച് പറയുന്നുണ്ട്. മോശ ഒരിക്കൽ ഇരുണ്ടുപോയ ഒരു വ്യക്തിയെ പോലെ പാപത്താൽ ഇരുണ്ടുപോയവനാണ്. ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇസ്രായേൽക്കാരനെ ഈജിപ്തുകാരനെ ആക്രമിക്കുന്നത് കണ്ട് അവനെ കൊന്നു മറവ് ചെയ്തു ഇരുണ്ടുപോയ മോശ പിന്നീട് ദൈവം അവനെ വിശുദ്ധീകരിച്ച് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ 40 രാവും 40 പകലും ദൈവത്തോടൊത്തിരുന്ന് പുറത്തേക്ക് വരുന്ന മോശയെ കാണുമ്പോൾ അഹ്റോൻ പറയുന്നുണ്ട്, ഈ മോശയുടെ മുഖം പ്രശോഭിക്കുന്നു, അവനെ സമീപിക്കാൻ തന്നെ ഭയപ്പെടുകയാണ്. ഇവിടെ വിശുദ്ധിയുള്ളവന്റെ ജീവിതത്തിന്റെ പ്രകാശമുണ്ട്. നീ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേകത, നിന്റെ ജീവിതത്തിന് ഒരു ഐശ്വര്യമുണ്ട്. നീ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകും. വിശുദ്ധിയുള്ളവൻ എല്ലാ കാലങ്ങളിലും പ്രകാശിക്കപ്പെടും. അവനെ നയിക്കുന്ന ഒരു ദൈവിക വലയമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധരുടെയൊക്കെ ചിത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു വലിയ പ്രകാശ വലയമുണ്ട്. കാരണം അവരെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്, അവർക്കുള്ള ദൈവിക സംരക്ഷണമുണ്ട്. ജീവിതത്തിൽ നന്മ കാത്തു സൂക്ഷിക്കുമ്പോൾ, വിശുദ്ധിയുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മളെ വലയം ചെയ്യുന്ന ദൈവിക പ്രകാശമുണ്ട്. വീണ്ടും താബോർ മലയിൽ വെച്ച് ഈശോയുടെ മുഖം അല്ലെങ്കിൽ ഈശോയുടെ വസ്ത്രം പ്രശോഭിക്കുന്നത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അവിടുത്തെ വസ്ത്രം ധവളം പോലെയായി, വെണ്മയുള്ളതായി. ഇത് യേശുവിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. സകല പരിശുദ്ധിയുടെയും ഇടയവനായ ദൈവം എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകാശം, വിശുദ്ധിയുടെ ഒരു പ്രകാശം ജീവിതത്തില് നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോഴുള്ള ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ സ്വർഗത്തിലേക്ക് പ്രകാശിതമായിരിക്കുന്ന ദൈവദൂതന്മാരെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പരിശുദ്ധിയുണ്ട്, ഒരു ഐശ്വര്യമുണ്ട്. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ നയിക്കുന്ന ഒരു ദൈവിക പ്രകാശമുണ്ട്. അതുകൊണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കും തോറും നിന്റെ ജീവിതത്തിന് ഐശ്വര്യമുണ്ട്. അവന്റെ പ്രാർത്ഥനകൾക്ക് ഒരു അഭിഷേകമുണ്ട്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന് ഒരു വെളിച്ചമുണ്ട്. അവന്റെ എല്ലാ പ്രവൃത്തികളും ദൈവിക ഇടപെടലുണ്ട്. നേരെ വ്യത്യസ്തമായിട്ട് പാപം ചെയ്ത് ഇരുണ്ടു പോകുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. കായനെ കുറിച്ച് പറയുന്നത്, കായന്റെ മുഖം കറുത്തിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. കാരണം ആബേലിനോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ച് ആ ഉള്ളിലെ പാപം പുറമെ അവനെ ഒരു ഇരുണ്ടുപോയവനെ പോലെ ആക്കി തീർത്തു. പലപ്പോഴും നമ്മുടെ ജീവിതം ഇരുണ്ടു പോകാനുള്ള കാരണം ചില പാപമേഖലകളാണ്. ചില പാപമേഖലകൾക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു, ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു, ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു. സന്തോഷവും പ്രത്യാശയും സമാധാനവും നഷ്ടപ്പെട്ട് ഇരുണ്ടു പോകുന്നവരുണ്ട്. അപ്പൊ പാപത്തിൽ ഇരുണ്ടു പോകുന്ന അനേകം ആളുകളുണ്ട്. പാപത്തിൽ ഇരുണ്ട് നശിച്ചു പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, യൂദാസിന്റെ ഒരു പക്ഷെ ചിന്തിച്ചു നോക്കുക, ഇരുളിന്റെ അവസ്ഥയാണ്. അവൻ ഇരുളിലേക്ക് പോയി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വീകരിച്ച് അവൻ ഇരുളിലേക്ക് പോയി. അവനെ യോഹന്നാൻ ശ്ലീഹ ഇരുളിനെ സൂചിപ്പിക്കുന്നത് അവനെ വലയം ചെയ്തിരിക്കുന്ന തിന്മയുടെ സ്വാധീനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ജീവിതത്തിൽ പ്രകാശിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ഉള്ളിലെ പരിശുദ്ധിയാണ് ജീവിതത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത്. ഉള്ളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ, ഉള്ളിൽ വിശുദ്ധിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവിക സംരക്ഷണം നൽകും. ജീവിതത്തിന് ഒരു പ്രകാശമുണ്ടാകും. ജീവിതത്തിന്റെ പ്രകാശം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് വഴിയായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ദാവീദിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകതയുണ്ട്. ദാവീദിന്റെ ശക്തിയുണ്ട്. ദാവീദ് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന്റെ മേൽ ഒരു കൃപ പ്രവർത്തിക്കുന്നുണ്ട്.
വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്കൊക്കെ ഒരു ദൈവിക കൃപയുടെ അഭിഷേകം പിന്നീട് വ്യക്തമായിട്ട് വെളിപ്പെടും. സഭയിലെ വിശുദ്ധരുടെയൊക്കെ പ്രത്യേകത എന്നുള്ളത് അവർ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിച്ചപ്പോൾ അവരെ വലയം ചെയ്യുന്ന ഒരു ശോഭയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രകാശമുണ്ട്. അൽഫോൻസാമ്മയുടെ കല്ലറയുടെ അടുക്കലേക്ക് മുമ്പ് ഒരു ദൈവിക പ്രകാശമുണ്ട്. നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഒരു ആത്മീയ ശക്തിയാണത്. വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മളെ വലയം ചെയ്യുന്ന പ്രകാശമുണ്ട്. എന്നാൽ പാപത്തിൽ അടിമയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇരുണ്ടുപോകും. ഇന്നത്തെ ഈ വചനം കേൾക്കുമ്പോൾ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. പാപ സാഹചര്യങ്ങളെ അതിജീവിച്ച് വിശുദ്ധിയെ ജ്വലിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, എന്റെ ഹൃദയത്തെ അങ്ങ് പ്രശോഭിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.